നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് വിഭക്തി എന്താണെന്ന് നോക്കാം. ഒരു വാക്യത്തിലെ മറ്റ് പദങ്ങളുമായുള്ള ബന്ധം കാണിക്കാൻ നാമങ്ങളിൽ ചേർക്കുന്ന രൂപഭേദത്തെയാണ് വിഭക്തി എന്ന് പറയുന്നത്. ഈ രൂപഭേദം വരുത്താൻ ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളെ വിഭക്തി പ്രത്യയങ്ങൾ എന്നും പറയുന്നു. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക എന്നിവയാണ് പ്രധാനപ്പെട്ട വിഭക്തികൾ. ഇത് നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി നിപ്രസ, ഉപ്രസ എന്നിങ്ങനെ പറയാം. നിർദ്ദേശിക വിഭക്തിക്ക് പ്രത്യയമില്ല. ഉദാഹരണം രാമൻ അല്ലെങ്കിൽ രഘു, സീത എന്നൊക്കെ പറയാം. പ്രതിഗ്രാഹിക വിഭക്തി എ എന്നാണ്, രാമനെ അല്ലെങ്കിൽ രഘുവിനെ എന്നുള്ളത്. സംയോജിക ഓട് എന്ന് പറയും, അപ്പോൾ രഘുവിനോട്, രാമനോട് എന്നിങ്ങനെയൊക്കെ. ഉദ്ദേശിക വിഭക്തി ഇക്കയിന്, രഘുവിന്, രാമന് എന്നൊക്കെ. പ്രയോജിക ആൽ, രാമനാൽ. സംബന്ധിക ഇന്ത്യയുടെ, രഘുവിൻ്റെ, രാമൻ്റെ എന്നിങ്ങനെ, അല്ലെങ്കിൽ സീതയുടെ. ആധാരിക വിഭക്തി ഇൽ, കൽ, രഘുവിൽ അല്ലെങ്കിൽ പഠിക്കൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി, നമസ്കാരം.